ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം തുടരുന്നു. സഞ്ജയാഗമനം. സഞ്ജയൻ തന്നോടപ്പോൾ അംബികാസുതൻ ചൊന്നാൻ അഞ്ജസാ ചെന്നു ധർമ്മനന്ദനോട് ചൊല്ലി. സൽഗുണനിധേ സൂത തൽഗുണം പ്രശംസിച്ചു, നിർഗുണത്തിങ്കലാക്കി രാജ്യം നീ കൊള്ളണം. പോരിനു തുടങ്ങാതെ പോയി വനവാസം ചെയ്തു പാരാതെ ഗതി വരുത്തിയിടുകയിനി നല്ലു. ആചാര്യഭൂതരുള്ളിൽ ആധികളുണ്ടവണ്ണം ആചാരമുള്ള ജനം വർദ്ധിക്കുമാറില്ലല്ലോ എന്നു ചൊല്ലെന്നു കേട്ടു. സഞ്ജയൻ പുറപ്പെട്ടു, മന്നവൻ ധർമാത്മജൻ തന്നെയും വന്നു കണ്ടു. പാർത്ഥിപനതു നേരം സഞ്ജയനോടു ചൊന്നാൻ, വാർത്തകളെന്തൊന്നുള്ളൂ വാസ്തവം പറകടോ. അംബികാതനയനോ സൗഖ്യമോ, ഗാന്ധാരിക്കും നന്മയോ, ഭീഷ്മദ്രോണ വിദുരാദികൾക്കെല്ലാം എന്തെല്ലാം ചൊല്ലിവിട്ടതെന്നെല്ലാം ചോദിച്ചപ്പോൾ കുന്തി നന്ദനോട് സഞ്ജയൻ താനും ചൊന്നാൻ. സ്വൈരമായി വസിക്കുന്നതെല്ലാരും ഇനിമേലിൽ സ്വൈരമായി വരുവതിനാഗ്രഹമുണ്ടു താനും. സൂര്യകൾ മുൻപനായ സൂതൻ ചൊന്നതു കേട്ടു സൂരജതനയനാം ഭൂവനും ഉര ചെയ്തു. സ്വൈരമൻ ജനകന് ഞാൻ തന്നെ വരുത്തേണം, സ്വൈരക്കേടുണ്ടെന്നതിനെത്തായിക നിമിത്തമായി സന്യസിക്കേണം ഞങ്ങളെങ്കിലേ സുഖം വരൂ മന്നവനുള്ളിലെന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നതു ചൊൽവാനല്ലീ വന്നിതു ഭവാനിപ്പോൾ. മന്നവ നിയോഗത്താലെന്നു ശങ്കിക്കുന്നേ ഞാൻ. വൈഷമ്യമതിലുണ്ടു രാജസൂയം ചെയ്തേ ഞാൻ, ദോഷമുണ്ടഗ്നിത്യാഗം ചെയ്താലുമെന്നു കേൾപ്പു. എന്നാലും ഞാനോ കൊള്ളാം സന്യാസമെന്നാകിലും പിന്നെയും വൈഷമ്യമുണ്ടെന്തെന്നതുര ചെയ്യാം. ഞാൻ തന്നെ സന്യസിച്ചാൽ താതനു പോരായല്ലോ, കൗന്ദേയൻ ഭീമൻ കൂടെ സന്യസിക്കിലേ പോരൂ എന്നതിനിഷ്ടഗ്രാസി സന്യാസി ഭീമസേനനിന്നുള്ള ജനങ്ങളിലെത്രയും ബഹുഭോക്ത ഇന്ദ്രപുത്രാദികളും ഇന്ദ്രിയവശകന്മാർ എന്നതിൽ പാരമുണ്ടു പിന്നെയും ഒരു ദണ്ഡം. ശൂദ്രനാം വിതുരരും കൂടെ സന്യസിക്കേണം, രൗദ്രകർമ്മങ്ങളിത്തം ചെയ്കിലും മതിവരാ എന്നിവ നിരൂപിച്ചു ഞാനിവ ചെയ്യായെന്നു പിന്നെയും ചൊല്ലെന്തൊന്നു ചൊല്ലിവിട്ടതു താതൻ. ചൊല്ലിവിട്ടവസ്ഥകൾ എല്ലാമേ ചൊല്ലാമെങ്കിൽ നല്ലതു നിങ്ങൾക്കെന്നു കാനനവാസം തന്നെ. പാതകഹരങ്ങളാം തീർത്ഥങ്ങളാടിക്കൊള്ളുക, പാതി നാടിനെ കിട്ടുമെന്നതു മോഹിക്കേണ്ട. സഞ്ജയൻ പറഞ്ഞതു കേട്ടു ധർമ്മജൻ ചൊന്നാൻ, മഞ്ജുളമായ വാക്കു കേട്ടുള്ളിൽ സുഖം വന്നു. അർദ്ധരാജ്യത്തിൽ കൊതിയിൽ എനിക്കൊന്നുകൊണ്ടും യുദ്ധം ചെയ്തൊരു പുറമൊടുക്കി ശേഷിച്ചവർ പാരിതു പരിപാലിച്ചിടുകന്നതേ വരൂ. പാരാതെ അങ്ങു ചെന്നു സഞ്ജയ പറഞ്ഞാലും. ധർമ്മജൻ പറഞ്ഞതു കേട്ടു സഞ്ജയൻ ചൊന്നാൻ, നന്മ വന്നിടും നാളെ നല്ലതു തോന്നിക്കൂടൂ. ധാർത്തരാഷ്ട്രനും ഭീഷ്മദ്രോണകർണാദികളും പോർത്തലവന്മാരായ മറ്റുള്ള ബന്ധുക്കളും ഒക്കവേ മരിച്ചു നീ നാടുവാണിരിക്കുന്ന ഉൾക്കാമ്പിലുള്ള സുഖമെന്തെന്നു പറഞ്ഞാലും ചിന്തിക്ക. രാജ്യം ലഭിച്ചിടിനാലുള്ള ഫലം ബന്ധുക്കളുടെ സൗഖ്യം വന്നു കൂടുകയത്രേ. പിന്നെയും ജരാനരശോകങ്ങൾ വന്നു വന്നു മന്നവ മരിച്ചു പോകന്നി മറ്റെന്തൊന്നുള്ളൂ. ധർമ്മജനതു കേട്ടു മന്ദഹാസവും പൂണ്ടു സന്മാർഗമറിഞ്ഞൊരു സഞ്ജയനോടു ചൊന്നാൻ, പാടവം പാരമുണ്ടു
വാക്കിനു നിനക്കെടോ മൂഢൻ ഞാൻ വക്രോത്തികൾ അറിയപ്പോകായിലും വെള്ളയിൽ പറഞ്ഞൊരു നിർമ്മല വാക്കു തന്റെ ഉള്ളിൽ നീ സംഗ്രഹിച്ചൊരർത്ഥമൊട്ടറിഞ്ഞു ഞാൻ. കേൾക്ക സഞ്ജയായെങ്കിലൂക്കുള്ള ഭീഷ്മാദികൾ പോർക്കളം തന്നിൽ വീണു മരിക്കും മടിയാതെ. നന്ദനാം നരപതി നന്ദനൻ തനിക്കുള്ളിൽ അന്ധകാരങ്ങളേതും പോയതില്ലെന്നു വന്നു. ദേവകീ ദേവി വെറ്റ ദേവകൾ ദേവൻ വാസുദേവനാം കൃഷ്ണൻ തുണയുണ്ടെനിക്കറിഞ്ഞാലും. അന്നേരം മുകുന്ദനും സഞ്ജയനോട് ചൊന്നാൻ അന്നു കൂട്ടം കൂടിയിട്ടെന്തൊരു കാര്യമിതിൽ. ഞാൻ തുണ പാണ്ഡവന്മാർക്കുണ്ടെങ്ങു നാശം തീർപ്പാൻ. ഗാന്ധാരിസുതന്മാരും ബന്ധുവർഗവുമെല്ലാം കാലന്റെ പുരിപുക്കു കളിച്ചു വസിച്ചിടും. കാലം വൈകാതെ ചെന്നു സഞ്ജയ പറഞ്ഞാലും. ചൊല്ലുവനെല്ലാമെങ്കിൽ പോകുന്നേനിയെന്നു മെല്ലവേ യാത്ര ചൊല്ലി നടന്നാനവൻ താനും. സഞ്ജയൻ നൃപനോടു നാളെ ഞാൻ ചൊൽവനല്ലോ കഞ്ചലോചനൻ അരുൾ ചെയ്തതുമെന്നാനവൻ. വിദുരവാക്യം. ചിന്തിച്ചു ധൃതരാഷ്ട്രൻ വിദുരർ തന്നെ നോക്കി. വെന്തുരുകുന്നു ചിത്തം നിദ്രയില്ലേറുമെന്നാൻ. നല്ലതു ചൊല്ലിയിടേണം നിന്നുടെ വാക്കു കേട്ടാൽ അല്ലലുണ്ടാകയില്ല ചിന്തയുമില്ലാതെയാം. നിദ്രയില്ലായ്ക കൊണ്ടു സങ്കടം പാരമുണ്ടോ ഭദ്രമെന്തതിനെന്നു ചിന്തിച്ചു ചൊല്ലേണം നീ. വിതുരൻ അതു കേട്ടു മനസ്സിൽ നിരൂപിച്ചു. മതിമാനായ നരപതിയോടുര ചെയ്തു. ബലവാൻ തന്നാൽ അഭിയുക്തനായി ചമഞ്ഞോരു ബലഹീനനും വൃത്തി സാധന വിഹീനനും ഹൃദദ്രവ്യനും അതികാമിക്കും തസ്കരനും ക്ഷിതിനായക നിദ്രയില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ. ഇങ്ങനെയുള്ള ദോഷമൊന്നുമില്ലല്ലോ ഭവാൻ. എങ്ങനെ പിന്നെ പ്രജാകരത്തിന് അവകാശം? പരദ്രവ്യത്തെ തനിക്കാക്കിക്കൊള്ളുവാനുള്ളിൽ പെരുത്ത മോഹമുണ്ടായി വരിക കൊണ്ടല്ലല്ലേ. വിശ്വത്തെ അടക്കി രക്ഷിച്ചു വാണിടുവാനായി നിശേഷതര രാജലക്ഷണ സമ്പന്നനാം ധർമ്മനന്ദനോടു നീയും നിൻ പുത്രന്മാരും നിർമൂലം വിപരീതമായതു നിരൂപിച്ചാൽ. ഭാഗ്യമില്ലായക തവ കേവലം അതുമിക യോഗമെന്നറിവുള്ളോർക്കാർക്കുമേ തോന്നിയില്ലല്ലോ. താതനെന്നോടു ഭക്തി ബഹുമാന സ്നേഹങ്ങൾ ചേതസി സദാകാലമുണ്ടാക നിമിത്തമായി എന്തെല്ലാം ദുഃഖം അനുഭവിച്ചിടുന്നു നിത്യം. കുന്തി നന്ദനായ ധർമ്മജൻ ഗുരുഭക്തൻ. ജ്ഞാനവും തിരിക്ഷയും ധർമ്മവും വാക്ശാന്തിയും ദാനവും മിഥ്യാദികളാകിയ ഗുണമൊന്നും ഇല്ലാതെ സുയോധന കർണ സൗബലാദികൾക്കല്ലോ നീ രാജൈശ്വര്യം കൊടുത്തു ഭോഗത്തിനായി. ഒരു വംശത്തിങ്കൽ നിന്നുണ്ടായ നൃപന്മാരിൽ പെരികെ ഗുണവാന്മാർ ചിലർ ദുഷ്ടന്മാർ ചിലർ എന്നുണ്ടോ വരുന്നതെന്നോർക്കേണ്ടേ. ഭവാൻ അതിനൊന്നുണ്ടു പറയുന്നു ഞാനതിനുപമയായി. തക്ഷന്മാർ വനഭുവി ചെന്നുടൻ നോക്കിയൊരു വൃക്ഷത്തെ വെട്ടിക്കുറച്ചതിനെ കൊണ്ടു തന്നെ കട്ടോടം മരക്കൊട്ടതോണിയും ഉലക്കയും ഒട്ടേടം കൊണ്ടു യാഗപാത്രങ്ങളായി മേവീടും. സ്രുവവും ജുഹുവും ഇത്യാദികൾ പണി ചെയ്യും നൃവര ശിഖാമണേ. കേട്ടാലും അതുപോലെ ഒരുവൻ തൻ്റെ പുത്രന്മാരായിട്ടുണ്ടായി വന്ന പുരുഷന്മാരും വരുമീ വണ്ണമറിക നീ. അത്യർത്ഥം പ്രശസ്തങ്ങളായവ ആർജിച്ചിടും നിത്യവും നിന്ദിതങ്ങളായവ വർജിച്ചിടും. അശ്രദ്ധധാനനല്ല നാസ്തികത്വവുമില്ല വിദ്വാനാകുന്നവൻ പണ്ഡിതനറിക നീ. നമോ ഭഗവതേ വാസുദേവായ. ഓ